ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കഴിഞ്ഞിടെ ഞാൻ മാഫുഷി എന്ന് പറഞ്ഞൊരു ഐലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളൊരു ദിവസത്തെ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത്. അതായത് മാഫുഷി എന്ന് പറഞ്ഞാൽ മാലെ സിറ്റിയിൽ നിന്ന് ഒരു അരമണിക്കൂർ യാത്ര, ഒരു ടൂറിസ്റ്റ് ഐലൻഡാണ്. ഞങ്ങളിന്ന് അവിടുന്ന് ട്രിപ്പ് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഒരു 3-4 സ്പോട്ടിലേക്ക്. സ്പോട്ടിനൊക്കെ ഭയങ്കര പ്രത്യേകതയൊക്കെ ഉണ്ട്, കുറച്ച് വഴിയേ കാണാവേ. അപ്പോൾ ഞാനും പിന്നെ 2 ചൈനക്കാരും ഉണ്ട്, പിന്നെ ഒരു 7-8 പേര് കസാക്കിസ്ഥാൻകാരും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്നത്തെ ഒരു 3 മണി വരെയുള്ള സമയം. രാവിലെ ഒരു 9 മണിക്ക് പുറപ്പെടും. 3 മണി വരെ ഞങ്ങൾ ഒരുമിച്ച് പല സ്ഥലങ്ങളിലായിട്ട് പോകുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വന്നത് സ്വിം വിത്ത് ഷാർക്ക് എന്ന് പറഞ്ഞിട്ടില്ലേ, അതിന് വേണ്ടിയിട്ടും സ്നോർക്കലിംഗ് ആണ്, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് മുന്നേ ഒരു ഡ്രോൺ വീഡിയോ എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിരിക്കുന്നത്. കണ്ടോ, അവിടെ നിന്ന് തന്നെ പിടിച്ച മീനിനെ വെട്ടി മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഈ മീനുകൾക്ക് തന്നെ തീറ്റ കൊടുത്തിട്ട് അവരവിടെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഈ ബോട്ടിൽ നിന്ന് ഓരോരുത്തർ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഡ്രോൺ മോൾ കൂടി വരുന്നു, അതിൻ്റെ വീഡിയോസ് എടുക്കും, ഓരോരുത്തരുടെ വീഡിയോസ് എടുക്കും. അതാണ് ഉദ്ദേശം. അങ്ങനെ എല്ലാവരും വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിറങ്ങി. അപ്പോൾ ഇത്രയും മീനുകളുടെ ഉള്ളിൽ കൂടി ഈ ഷാർക്കിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നമുക്കിങ്ങനെ സ്വിം ചെയ്യാം. സ്നോർക്കലിംഗ് ആണ്, നമ്മളധികം ആഴത്തിലേക്ക് പോകുന്നില്ല, ഗൈഡ് ഉണ്ടാവും നമ്മുടെ കൂടെ. ഈ ദൂരെ നിന്നുള്ള വ്യൂന്ന് താഴേക്ക് കാണുന്ന മഞ്ഞ ജാക്കറ്റ് ഇട്ട് വെള്ളത്തിൽ മലന്ന് കിടക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, എന്നെ കണ്ടില്ലേ? കുറച്ച് നേരം അങ്ങനെ കിടക്കാൻ നോക്കി, പക്ഷേ ആ ബോട്ടും കൂടി അവിടെ ഉള്ളത് കൊണ്ട്, ചെറിയൊരു വേവ് ഉള്ളത് കൊണ്ട് നമ്മളതിങ്ങനെ കമന്ന് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഡ്രോണിനെ കാണുമ്പോൾ ആക്ഷൻ കാണിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു. ഗൈഡും നന്നായിട്ടുണ്ടായിരുന്നു, നമ്മളുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ വീഡിയോയിൽ വരാതെ തന്നെ ആൾ മാറി നിൽക്കുന്നുണ്ട്. പിന്നെ പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, മലന്ന് കിടന്നപ്പോൾ അത് അങ്ങനെ തന്നെ കിടക്കാൻ പറ്റി. വലിയ റിസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, വലിയ ടെൻഷനും തോന്നിയില്ല. കുറച്ച് നേരം അങ്ങനെ മലന്ന് കിടന്ന് വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഗൈഡ് എന്നെ കൂട്ടാൻ വന്നതാണ്. ഈ ഷാർക്ക് നേരെ മുന്നോട്ട് വരും. ശരിക്കും പേടിയാവും അതിൻ്റെ മുഖം എല്ലാം കൂടി കാണുമ്പോഴേക്കും. പക്ഷേ അത് നമ്മളെ ടച്ച് ചെയ്യാതെ സൈഡിൽ കൂടി തിരിഞ്ഞങ്ങ് പോവും. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ നമ്മളവിടെ അങ്ങനെ അന്താളിച്ച് നിന്നു. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഏതോ ഒരു ഷാർക്ക് സൈഡിൽ കൂടി പോയപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ പോറിപ്പോയി. അപ്പം ശരിക്കും അവരുടെ സ്കിൻ ഭയങ്കര റഫ്, നമ്മൾ ഈ ഉണക്കമീൻ്റെ ഒക്കെ സ്കിന്നില്ലേ, ആ സ്രാവിൻ്റെ അതേ സ്കിന്നായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോയത് സാൻഡ് ബാങ്കിലേക്കാണ്. സാൻഡ് ബാങ്ക് എന്ന് വെച്ചാൽ ശരിക്കും ഇപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്ന സാൻഡ് ബാങ്ക് ആർട്ടിഫിഷ്യൽ സാൻഡ് ബാങ്കാണ്. അതായത് കടലിൻ്റെ നടുക്ക് അവർ കുറച്ച് മണൽ കൂന പോലെ കൂട്ടിയിട്ടു. തൊട്ടടുത്തൊരു ഐലൻഡ് റിസോർട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എങ്ങാണ്ട് അവർ കൂന പോലെ കൂട്ടിയിട്ടതാണ്. എന്നിട്ട് അപ്പോൾ സാൻഡ് ബാങ്ക് ടൂർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയും കൂടി ഇവരുടെ ട്രിപ്പിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണിത്. കാണാൻ ഭംഗിയുള്ളതാണ്, ആദ്യമായിട്ട് കാണുമ്പോൾ അത് രസമായിട്ട് തോന്നും. പക്ഷേ ഭയങ്കര വെയിലാണ് ആ സമയത്തൊക്കെ. അവിടെ ചെന്നാൽ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കാം. എൻ്റെ കൂടെ വന്ന ആൾക്കാർ യൂട്യൂബ് വീഡിയോസ് എടുക്കുന്നു, വ്ളോഗിങ് ചെയ്യുന്നവരുണ്ടായിരുന്നു, പിന്നെ റീൽസ് എടുക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ അവർ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ അവിടെയും കുറച്ച് നേരം കിടന്ന് ഡ്രോൺ വീഡിയോസ് എടുത്തു. അത് നന്നായിട്ടുണ്ടായിരുന്നു. ഒരു 1 ടൈം എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. പിന്നീട് ആലോചിക്കുമ്പോൾ ഇനി ഒരിക്കൽ കൂടിയൊന്നും ഞാൻ സാൻഡ് ബാങ്കിൽ പോകുന്നില്ല. ഒരു പ്രാവശ്യം പോവാൻ, കാണാൻ, അറിയാം എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ലതാണ്. ഇനി 3ാമത്തെ സ്പോട്ടിലേക്കുള്ള യാത്രയാണ്. അതൊരു ഐലൻഡാണ്, ഗുളി എന്ന് പറഞ്ഞ ഐലൻഡ്. അപ്പം ഞങ്ങൾക്ക് ഫുഡുണ്ട്. ഉച്ചയായി അപ്പോഴേക്കും 9 മണിക്ക് പുറപ്പെട്ട ഞങ്ങൾക്കിപ്പോൾ സമയം ഒരു 1 മണി 1:30 കഴിഞ്ഞു.
അപ്പോൾ ഐലൻഡിൽ ചെന്നു. അവിടെ ഒരു ചെറിയൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചു. ഈ ഞങ്ങളെ കൊണ്ടുപോകുന്ന ആ ഗൈഡിൻ്റെ അവരുടെ ടീം തന്നെ കൊണ്ടുവരുന്ന ഫുഡാണ്. അവരുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ ഫുഡാണ്. ഒരു ഫ്രൈഡ് റൈസും പിന്നെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടായിരുന്നു, ട്യൂണ സാൻഡ്വിച്ച്. കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഈ ഐലൻഡ് കുറച്ചും കൂടി ഒരു ടൂറിസ്റ്റ് ഐലൻഡാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ചെറിയൊരു ഭാഗത്ത് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ ഒരു ബിക്കിനി ബീച്ച് സൈഡുണ്ട്. എനിക്കിവിടെ കണ്ട ഇവർ വിൽക്കാൻ വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളെല്ലാം ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ചിലതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇതൊന്നും ഇവരുണ്ടാക്കുന്നതാവണമെന്നില്ല കേട്ടോ. മുഴുവനായിട്ട് ഇവരുണ്ടാക്കുന്നൊന്നല്ല. ഇവർ പല സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്നതും അങ്ങനെ കൊണ്ടുവന്ന സാധനം വിൽക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. ചിലതൊക്കെ ഇവരുണ്ടാക്കുന്നതും ചെയ്യുന്നതുണ്ട്. ഇതിൽ കണ്ടോ, ചിരട്ടയിൽ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ. പക്ഷേ അവർ നന്നായി ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ കുറച്ച് കഴിവ് കൂടുതലാണ്. കരകൗശല വിദ്യ കുറച്ചധികം നമ്മുടെ നാട്ടിനേക്കാൾ കൂടുതൽ ചെയ്യുകയും അതിനകത്ത് ഇൻട്രസ്റ്റ് കാണിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെയുള്ളവർ. അതുകൊണ്ട് അവർ ചെയ്തിരിക്കുന്നവർ മിക്കവാറും എല്ലാവർക്കും നന്നായി ചിത്രം വരയ്ക്കാനറിയാം ഇവിടെയുള്ളവർക്ക്. മാൽദീവ്സിലേക്ക് ഒരു ചെറിയൊരു ട്രിപ്പ് വന്ന് തിരിച്ചു പോകുന്നവർക്ക് സൂക്ഷിക്കാൻ വേണ്ടി ഒരു സുവനീറൊക്കെ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റിയ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, അല്ലെ എന്തെങ്കിലും ബ്രേസ്ലെറ്റ്സ്, അല്ലെങ്കിൽ ഈ നെക്ലേസ് പോലെ എന്തെങ്കിലും അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ. പക്ഷേ അത് മാൽഡീവ്സ് റിലേറ്റ് ചെയ്തിട്ട് കോറൽസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഷെല്ല് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടോ ഉണ്ടാക്കുന്നത്. ഞാനും ഇവിടെ നിന്നൊരു സാധനം വാങ്ങി. എന്താണെന്ന് കാണിക്കട്ടെ. ഇതാണ് ഞാൻ വാങ്ങിയ സാധനം, ഈ ആമക്കുഞ്ഞ്. എൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആമേനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ. പിന്നെ നേരെ നടന്നു ബിക്കിനി ബീച്ചിലേക്ക് എത്തി. ഗുളി എന്ന് പറഞ്ഞ ഐലൻഡിലെ ബിക്കിനി ബീച്ചാണിത്. കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. ഇവിടെ വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, പക്ഷേ ചെറിയ ചില വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ അവിടെ ദൂരെ ഊഞ്ഞാൽ കാണുന്നില്ലേ, അവിടെ പോയി വരാം. അപ്പോൾ ജസ്റ്റ് അവിടെ ഒരു നടന്നു പോവാം. പിന്നെ ആ ഊഞ്ഞാലിൽ കയറി നിന്നിട്ട് ഡ്രോൺ വീഡിയോ എടുക്കാം എന്നുള്ള പ്ലാനിലാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇത് ഞങ്ങളുടെ 4ാമത്തെ സ്പോട്ട്. ആ കോറൽസിനെ കാണാൻ വേണ്ടിയിട്ടാണ് സ്നോർക്കലിംഗ് ചെയ്യാൻ ഇറങ്ങിയേക്കുന്നത്. ഇവിടെ അധികം മീനുകളൊന്നുമില്ല, പക്ഷേ കോറൽസ് ഉണ്ട്. നിറയെ വലിയ പവിഴപ്പുറ്റുകളെ കാണാം. അതിൻ്റെ ഇടയിൽ കൂടിയുള്ള കുഞ്ഞു ചെറിയ നല്ല ഭംഗിയുള്ള മീനുകളെ കാണാം. അതധികം നേരം ഉണ്ടായിരുന്നില്ല, കാരണം ഈ ഒരു സമയമാകുമ്പോഴേക്കും ഏകദേശം എനർജിയൊക്കെ പോയി. എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നൊരവസ്ഥയായിട്ടുണ്ട്. എന്നാലും എന്താ കാണണം, അടിയിൽ കാണണം എന്നുള്ളത് കൊണ്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ കിട്ടിയ കുറച്ച് എനർജിയിലാണ് ഞാൻ താഴേക്ക് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് നേരെ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ പോവാണ്, മാഫുഷി. പക്ഷെ പോകുന്നതിന് മുന്നേ കിട്ടിയ വേറൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഡോൾഫിൻസിനെ കാണാൻ പറ്റിയെന്നുള്ളത്. അതെന്താ ചെയ്യുന്നതെന്നറിയോ, ഈ ബോട്ടിൽ തന്നെയുള്ള ചേട്ടന്മാർക്ക് ആ ഡോൾഫിൻ സൗണ്ട് ഉണ്ടാക്കില്ലേ, ആ ഒരു വിസിലടിക്കുന്ന പോലത്തെ അത് ഇവർക്ക് ചെയ്യാനറിയാം. അപ്പോൾ അവരതങ്ങനെ വിസിലടിക്കുമ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് ഡോൾഫിൻസ് വരുന്നുണ്ട്, കുറേ ഡോൾഫിൻസ്. എന്തായാലും മൊത്തത്തിൽ ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഒരു 4-5 സ്പോട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഒന്നും അതും നഷ്ടമായിപ്പോയി, അല്ല വേർത്തായില്ല എന്ന് തോന്നത്തക്ക രീതിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും സംഭവം അടിപൊളിയായി.